ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. യഥാർത്ഥ ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ്? നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? യഥാർത്ഥ ഫീലിങ്സ്? നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ വ്യക്തി. വീണ്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ എന്താ പറയുക, ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളിലേക്ക് ഒരു പ്രാർത്ഥന അതൊക്കെയുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ആക്ഷൻ എടുത്ത് വരാൻ വേണ്ടി ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരണമെന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങളെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് കൂടെ കൂട്ടണം. നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ദൈവികമായ കണക്ഷൻ എന്ന ആ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ അങ്ങനെ വിട്ട് കളയേണ്ട ഒരു കണക്ഷനല്ല, എനിക്ക് ചേർത്ത് നിർത്തേണ്ട ഒരു കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യമല്ല. നിങ്ങളെ എന്ത് നോ കോണ്ടാക്റ്റിലൊക്കെയാണ് നിങ്ങൾ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ നിങ്ങളുടെ അതിയായ ആഗ്രഹം, അതിയായ ഫീലിങ്സാണ്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരേണ്ട ഒരു ഫീലിങ്സാണ് നിങ്ങളുടെ വ്യക്തിയുടെ. അത്രമാത്രം സ്നേഹം, അത്രമാത്രം പ്രാർത്ഥനയോട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി മുൻപ് ഈശ്വര ഭക്തിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു ഭക്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിലൊക്കെ അഭയം പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് വ്യക്തിയാവാം, ഫാമിലി ആവാം, പല സാഹചര്യങ്ങളാവാം. നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്ത പോയൊരു വ്യക്തിയായിരിക്കാം. പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടായിരിക്കാം ഈ വ്യക്തി വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ളത് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ്. നിങ്ങളിലേക്ക് വരണം, പക്ഷെ നിങ്ങൾ സ്വീകരിക്കുമോ, വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു ഭയം എന്ന് പറയുന്നത്. പക്ഷെ വന്നാൽ കൊള്ളാം എന്ന് ഈ വ്യക്തിക്ക് ഉണ്ട്. കാരണം ചിന്തയിൽ നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളും ആ ഒരു ആക്ഷനിൽ നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല. നിങ്ങളുടെ ആ വില മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് തോന്നിയതും. അങ്ങനെ വിട്ടു പോകേണ്ട ഒരു ബന്ധമല്ല, ഈശ്വരനായിട്ട് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് ശരിക്കും കാണുന്നത് കേട്ടോ. ഇവിടെ പല സാഹചര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈശ്വരനാണ് അല്ലെങ്കിൽ ഡിവൈനാണ് ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു കർമ്മഫലമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് ചിലപ്പോൾ നിങ്ങൾ വ്യക്തിയെ തന്നെയായിരിക്കാം. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതായിരിക്കാം, പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് പോയതായിരിക്കാം, സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായൊരു ഫീലിങ്സാണ്. അതായത് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് തന്നെ ഇപ്പോൾ നിങ്ങളെ വേണം, നിങ്ങൾ ഒരുമിച്ച് ചേരണം. നിങ്ങളില്ലാത്ത ഒരു വിഷമത്തിൽ ഈ വ്യക്തി ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും.
യൂണിവേഴ്സ് തന്നെയാണ് ഈ വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം ആൾക്കൊരു ബുദ്ധി കൊടുത്തതും വീണ്ടും നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനിടയായതും ഒക്കെ യൂണിവേഴ്സിൻ്റെ ഒരു യൂണിവേഴ്സ് കൊടുത്ത ഒരു തിരിച്ചറിവാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നല്ല ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഈ വ്യക്തി. ഇവിടെ ഒരു സമയത്തിന് വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത്. ഒരു സമയം, അതായത് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം, വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, എന്നാൽ ഫ്യൂച്ചറിലെങ്കിലും നിങ്ങളെ ഒന്ന് ശരിയാക്കിയെടുക്കാം എന്നൊക്കെയാണ് ഈ വ്യക്തിയുടെ ഫീലിങ്സ്. പിന്നത്തേക്ക് മാറ്റി വെച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നാൽ എന്ത് പേരും പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരും. പെട്ടെന്ന് ഈ വ്യക്തിയെ നിങ്ങൾ ഒഴിവാക്കുമോ എന്നൊക്കെ ആയിരിക്കും ഈ വ്യക്തിയുടെ ഭയം. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്നാൽ, പക്ഷേ ഈ വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളെ അങ്ങനെ എന്താ പറയുക, ഇത് ശരിയാകും, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം, ഈ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് വരും. ഈ വ്യക്തിയുടെ ഫീലിങ്സ് തന്നെ ഉള്ളത് എന്താണ്, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ തന്നെ വരും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരും എന്ന് ആ വ്യക്തി നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവും, ഒരു സമയം വരും, നിങ്ങൾക്ക് മുമ്പിൽ ഒരു ടൈം വരും എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു വ്യക്തി കണ്ടോ, എന്താ പറയുക, ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആൾക്കൊരു കോൾ ചെയ്യാനോ, ഒരു കോൾ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. കാരണം ആൾക്കൊരു അങ്ങനെയാണെങ്കിലും മുൻപ് ചെയ്തതും ആൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ കോൾ ചെയ്യും, കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തിയാണ്. അങ്ങനെ പെട്ടെന്നൊക്കെ നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. പെട്ടെന്ന് വന്നാൽ നിങ്ങൾ വന്ന ഉടനെ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കണമെന്നില്ല. അത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അതാണ് ഈ വ്യക്തി ഒരു ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നത്. ശരിയാവും, ഒരു ടൈം വരുമ്പോൾ എല്ലാം ശരിയാവും. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് പോയാൽ എന്ത് പറഞ്ഞിട്ട് പോവും? ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി, ഇപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വേഗം പോവുക എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ അതാണുള്ളത്. കാരണം ഒരുപാട് ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരാൻ ഡിവൈനാണ്, യൂണിവേഴ്സാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തിരിച്ചറിവ് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടും നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ കുറവൊക്കെ ഈ ഒരു സാഹചര്യം വന്നതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളില്ലാതെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അകന്ന് ഒരു സംസാരമൊന്നും ഇല്ലാതെ കുറേ കാലം നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടിയത് കൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനൊരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആളൊരു ടൈമിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഡിവൈൻ ടൈം വരും, ആ വരുമ്പോഴെല്ലാം ശരിയാവും. ആളിപ്പോൾ സമർപ്പിക്കുന്നുണ്ട്, ആളെ തന്നെ യൂണിവേഴ്സ് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നഷ്ടപ്പെടരുത്, നിങ്ങളെ വീണ്ടും കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ യഥാർത്ഥ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ ഒരു സമയത്ത് ഇവിടെ ഈ വ്യക്തിയുടെ എന്താണ് ഈ ഒരു വ്യക്തിക്ക് മറ്റ് ചിലരും ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ പറഞ്ഞ് ഇതാക്കാനും പിടിക്കാനും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ വേറെയും ചില ആൾക്കാരുടെ സിറ്റുവേഷനിൽ പെട്ടതായിരിക്കാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പെട്ടെന്ന് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിപ്പോവുക. അതായത് അവരുടെ വാക്കുകൾ കേൾക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവാം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോളോ മെസ്സേജോ ചെയ്യണം എന്നൊക്കെയുള്ളൊരു. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. പല പേരുടെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം. അപ്പോൾ ഒരു ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിലും പല സാഹചര്യം കൊണ്ടായിരിക്കാം ആ വ്യക്തി അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് ഇവിടെ ശരിക്കും ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ വ്യക്തി എന്ന് പറയുന്നത്.
പക്ഷേ ഈ വ്യക്തിയുടെ ഒരു ഇത് ഈ വ്യക്തിയുടെ തന്നെ ഒരു ഇതായിരിക്കാം ഈ ഒരു ഇങ്ങനെയൊക്കെ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ വരുത്തി വെച്ചത് നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഇതായിരിക്കാം ഇങ്ങനെ ഒരു നോ കോണ്ടാക്റ്റ് വരുത്തി വെച്ചതും പല സിറ്റുവേഷനിൽ പെട്ടുപോയതും. പക്ഷെ ഇതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഡിവൈൻ ആ വ്യക്തിക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരുപാടുണ്ട് ഈ വ്യക്തിക്ക്. വീണ്ടും തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കി നിങ്ങളിലേക്ക് വരണം. അതിൻ്റെ ഒരു സമയത്തിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ വ്യക്തി കാത്തിരിക്കുന്നത്. ഈ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആളുടെ ഫാമിലി ആയാലും, ചിലപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ അധികവും കാണുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തി തന്നെയാണ്. എന്തിൻ്റെയോ പേരിൽ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി ആൾക്ക് പെട്ടുപോയത് മാത്രമല്ല, നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യം പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. പലരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാവായത്. മറ്റു ചിലരുടെ വാക്കുകൾ കേൾക്കേണ്ട ഒരവസ്ഥ, മറ്റു ചിലർ പറയുന്നത് കേൾക്കേണ്ട ഒരവസ്ഥ. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടീൻ്റെ ഒരു കൺട്രോളിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പോൾ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ. ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും തയ്യാറല്ല. നിങ്ങളും ഒരു ബാലൻസിലേക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടുപോയൊരവസ്ഥ. ഇവിടെ യൂണിവേഴ്സ് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. കർമ്മ, ഇപ്പം അനുഭവിക്കുന്ന ഒരു കർമ്മ എന്നൊക്കെ പറയല്ലേ, അതായത് ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഫലം ആ വ്യക്തി ഇപ്പോൾ ശരിക്കും നല്ല പോലെ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വയം ദുഃഖിക്കുന്ന ഒരവസ്ഥ, സ്വയം ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിക്കാതെ, ഇപ്പം നിങ്ങളിലേക്ക് വന്നാലും ചിലപ്പോൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ ഈ വ്യക്തിനെ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും ഈ വ്യക്തി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് വ്യക്തിക്ക്, ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട്, ഒന്ന് ഫോൺ വിളിക്കണമെന്നുണ്ട്, നിങ്ങൾ ശബ്ദം കേട്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. പക്ഷേ ആൾക്കൊരു സ്റ്റക്കാണ്. ചില സാഹചര്യങ്ങൾ ആ വ്യക്തിനെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട്. അത് ചിലപ്പോൾ വിളിക്കുന്നത് പോലും ചിലപ്പോൾ തേർഡ് പാർട്ടിനെ ഭയന്നിട്ടാവാം. വിളിക്കണം എന്നൊക്കെയുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളുമായിട്ട് സംസാരിക്കണം, പഴയ അടുപ്പം വേണം, നിങ്ങളെ നഷ്ടപ്പെടുത്താനാവില്ല. പക്ഷേ പല സിറ്റുവേഷനിലും ഈ വ്യക്തി പെട്ടുപോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കർമ്മഫലമാണ്. ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതന്നെ ഒരു കർമ്മഫലമല്ലേ. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതിന് ശേഷമല്ലേ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയി വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കും ആ വ്യക്തി ഇപ്പോൾ ആ ഒരു തിരിച്ചറിവ് ദൈവം കൊടുത്തത് അതിന് ശേഷം. അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടത് ആ വ്യക്തിക്ക് താങ്ങാനാവുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, സാഹചര്യത്തിൽ പെട്ടുപോയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങളെ വേണം ആ വ്യക്തിക്ക്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം, നിങ്ങളുമൊത്ത് ഒരു ലൈഫ് ആസ്വദിക്കണം എന്നൊക്കെ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ ആദ്യകാലങ്ങളിൽ ഈ വ്യക്തി തന്നിട്ടില്ലായിരിക്കാം. അതായിരിക്കാം ഇപ്പോൾ ആ വ്യക്തിയുടെ മെമ്മറിയിൽ അതൊക്കെ വരുന്നുണ്ട്, ആ ഒരു ചിന്ത. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്നേഹം കൊതിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ തരാതെ മറ്റുള്ളവർക്ക് അത് കൊടുത്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിനൊക്കെയുള്ള ഒരു കർമ്മയാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചാലും, നല്ല രീതിയിൽ ഈ കണക്ഷൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാലും, ഈ വ്യക്തിക്ക് ഒരു സെക്സ് സിറ്റുവേഷനാണ്. പക്ഷേ ആ വ്യക്തിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് ഇവിടെ കാണുന്നത് കേട്ടോ. അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനും പറ്റുന്നില്ല. ഈ സാഹചര്യം എന്ത് ചെയ്യണമെന്നും അതാണ് ഇവിടെ കാണുന്നത്. 2 സിറ്റുവേഷനുണ്ട്, ഒന്ന് നിങ്ങളാണ്, ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഒരു ബാലൻസാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനും പറ്റുന്നില്ല. അപ്പോൾ രണ്ടിനും ഇടക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു പേഴ്സൻ്റെ ഒരു അനുഭവമാണിത്. ഇതൊരു കർമ്മഫലമാണ്. ആ വ്യക്തി വരുത്തി തീർത്തതിന് ഈ വ്യക്തി അനുഭവിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവിക്കുകയാണ്. നിങ്ങളോട് ചെയ്തതിനായിരിക്കാം ദൈവം അപ്പോൾ ഇയാളൊന്ന് ഏത് തന്നെ സാഹചര്യത്തിൽ പോയാലും ഈ വ്യക്തിയെ ഇനി യൂണിവേഴ്സ് തന്നെ ശരിയാക്കിയും കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾക്ക് കാത്തിരിക്കാം. അതാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതാർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയാൻ ഞാൻ കുറച്ച് ക്ലോസ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് ക്ലോസ് എടുത്ത് നോക്കുന്നുണ്ട്. സെപ്റ്റംബർ എന്ന് കിട്ടിയിട്ടുണ്ട്. അശ്വതി കിട്ടിയിട്ടുണ്ട്. കാർത്തിക, കൊല്ലം, J20, പൂയം, C, H 12 കേട്ടോ, 12 ഒക്ടോബർ. റിയൂണിയൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി തിരിച്ച് വന്നാൽ ഒരു റിയൂണിയനൊക്കെ ഉണ്ടാവുമായിരിക്കാം. ബ്ലൂ ബട്ടർഫ്ലൈസ്, F, B, മകം എന്ന് കിട്ടിയിട്ടുണ്ട്. തൃക്കേട്ട, പത്തനംതിട്ട കേട്ടോ. ചതയം, മലപ്പുറം, ജൂൺ, കോഴിക്കോട്. N എന്ന് കിട്ടിയിട്ടുണ്ട്. N Q5 എന്ന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് V എന്ന് കിട്ടിയിട്ടുണ്ട്. A. തിരുവനന്തപുരം, അനിഴം, L കേട്ടോ. K, ഉത്രട്ടാതി, 28, 22, 33, 32, 38, 31, 9, 15 കേട്ടോ. 11, 7, 17, 8, 48 ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കുക. എനിക്ക് അതൊക്കെ കേൾക്കാനൊക്കെ താല്പര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയും ഞാൻ കേൾക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. അപ്പോൾ ഇനി പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.